മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് LDF സ്ഥാനാർത്ഥിക്കെതിരെ മുൻ CPM നേതാവ് മത്സര രംഗത്തെത്തിയത് ചർച്ചയാകുന്നു. 20-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിന്റെ ആൽബി ടോമിനെതിരെയാണ് മുൻ CPM നേതാവായ ജെയിംസ് പി ജോസ് മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് മുൻ ഭാരവാഹി, NREG വർക്കേഴ്സ് യൂണിയൻ മുണ്ടക്കയം പഞ്ചായത്ത് സെക്രട്ടറി, CPM ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ജെയിംസ് പി ജോസാണ് LDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. CPMന് ഏറെ വേരോട്ടമുള്ള വാർഡാണ് ഇതെന്നും ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് താൻ മത്സര രംഗത്ത് എത്തിയതെന്നുമാണ് ജെയിംസ് പറയുന്നത്. 2-3 പതിറ്റാണ്ടുകാലമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും പഞ്ചായത്തിൻ്റെ കേന്ദ്രമായ മുണ്ടക്കയം ടൗണിലുമൊക്കെ ബന്ധപ്പെട്ട് ഏറെ കാലമായി രാഷ്ട്രീയ യുവജന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. എൻ്റെ നാട്ടിലും അതേ കാലഘട്ടത്തിൽ തന്നെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും ഈ നാട്ടിലെ ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇവിടുത്തെ പല തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയപരമായി എൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ നയിച്ചിരുന്നത് നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ്. അത്തരണത്തിൽ ഈ നാട്ടിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന അടുത്ത ബോധ്യം എനിക്ക് എൻ്റെ നാടിനെ പറ്റിയുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി ഈ നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി CPM ഈ വാർഡിൽ മത്സരിക്കണമെന്ന ആഗ്രഹവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേരിട്ട് വരുമ്പോൾ ഘടകകക്ഷികളുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്കിൽ നിന്ന് വ്യത്യസ്തമായി എഗ്രിമെൻ്റ് വെക്കാമെന്ന് വരെ പറഞ്ഞ് നിന്നിടത്തുനിന്നാണ് ഇന്നിപ്പോൾ ഘടകകക്ഷിക്ക് സീറ്റ് വീണ്ടും നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി 2 മുന്നണികളിലും മറ്റുള്ള സ്ഥാനാർത്ഥികളെപ്പറ്റി നാട്ടിലെ ജനങ്ങൾക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ മതേതരത്വത്തിൻ്റെ നാടായ ഇഞ്ചിയാനിയിൽ ഒരു വർഗീയ ശക്തിയുടെ ഉദയത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അത് ഈ നാടിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യപ്രകാരം അവരുടെ പിന്തുണയോടെയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് തികച്ചും പ്രാദേശികമായ നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ടുള്ളതാണ് പറയാനുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ആൽബി ടോമാണ് LDF സ്ഥാനാർത്ഥി. വർഷങ്ങളായി കേരള കോൺഗ്രസ് എമ്മിന്റെ വാർഡാണ് ഇതെന്നും വാർഡ് വിഭജനം സംബന്ധിച്ച് നടന്ന LDF ചർച്ചകളിൽ ഒന്നും ജെയിംസ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലെന്നും മുന്നണിയുടെ തീരുമാനപ്രകാരമാണ് താൻ മത്സര രംഗത്തേക്ക് എത്തിയതെന്നും ആൽബി ടോം പറഞ്ഞു. ഇത് വർഷങ്ങളായി കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പതിവ് പോലെ ഇപ്രാവശ്യവും മുന്നണി ചർച്ചയിൽ ഇത് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്തു. ആ വിട്ടുകൊടുക്കുന്ന ചർച്ചയിൽ പോലും എനിക്ക് വിമതരായി മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് കമ്മിറ്റി അംഗമായിരുന്നു. LCM ഇവിടുത്തെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം കൂടെ പങ്കെടുത്ത ചർച്ചയിലാണ് ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്തത്. അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ പാർട്ടിയുടെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന് 2 ലക്ഷത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ പറഞ്ഞു. അപ്പോഴല്ല അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്, അങ്ങനെ പരിപാടിക്ക് ഞാനില്ല, അങ്ങനെ മത്സരരംഗത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. വീണ്ടും പാർട്ടി നേതൃത്വം എന്നെ ഈ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിച്ചപ്പോൾ CPMമായിട്ടുള്ള ചർച്ചയിൽ അവരും കൂടെ അംഗീകരിച്ച് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. അതിനുശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും പാർട്ടി CPM നേതൃത്വം ഇടപെട്ട് മാറണം, ഇത് ശരിയല്ല, പാർട്ടിക്ക് എതിരാണ് എന്ന് എല്ലാവരും ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും മേളിൽ നിന്ന് MLAയും മറ്റ് നേതാക്കളും എല്ലാം ഇടപെട്ട് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പിന്മാറാതെ മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ഞാനങ്ങനെ നിൽക്കാൻ താല്പര്യമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പാർട്ടി വിരുദ്ധം ആണോ അല്ലയോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കട്ടെ. കോട്ടയം ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം CPM കേരള കോൺഗ്രസ് എം സീറ്റ് വിഭജനം ധാരണയിൽ എത്തിയെങ്കിലും ഇഞ്ചിയാനി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ CPM നേതാവ് മത്സര രംഗത്ത് എത്തിയത് ഇടത് മുന്നണിക്ക് ഗുണകരമാകില്ല. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ ജിജി നിക്കോളാസും BJP സ്ഥാനാർത്ഥിയായി ലിൻസനും മത്സര രംഗത്തുണ്ട്. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.